ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മേജർ മെഷേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മെഷേഴ്സ് ഏതൊക്കെയാണ്, അതായത് സാമ്പത്തിക വികസനം അളക്കാൻ വേണ്ടി ഏതെല്ലാം ഇൻഡെക്സുകളാണ് ഉപയോഗിക്കുന്നത്. ദ മേജർ ഇൻഡീസസ് ഫോർ മെഷറിംഗ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മേ ബി എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡീസസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻഡെക്സ് ആണ് നാഷണൽ ഇൻകം. National income may be considered the most decisive indicator of economic development. എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ് ദേശീയ വരുമാനം. We are taking into account the money national income corrected for price changes or the national income at constant prices. ഇപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കണക്കാക്കാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് പ്രൈസിലുള്ള ദേശീയ വരുമാനത്തെയാണ് പരിഗണിക്കുന്നത്. അത് നമ്മളിവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നത്, മണി നാഷണൽ ഇൻകം കറക്റ്റഡ് ഫോർ പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ചസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നാഷണൽ ഇൻകത്തിൽ മാറ്റം വരുത്തും. ഇൻ ടേംസ് ഓഫ് ദിസ് ഇൻഡെക്സ് ആൻ ഇൻക്രീസ് ഇൻ ദ നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഷോസ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ ഇൻഡെക്സ് പ്രകാരം ഓരോ വർഷം കഴിയുമ്പോഴും ദേശീയ വരുമാനം അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കുന്നത്, എക്കണോമിക് ഗ്രോത്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. എ ഡിക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഷോസ് നെഗറ്റീവ് ഗ്രോത്ത്. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ദേശീയ വരുമാനം കുറയുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഗ്രോത്ത് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ആൻഡ് എ സ്റ്റേബിൾ ഓർ കോൺസ്റ്റൻറ്റ് നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഷോസ് നോൺ ഗ്രോത്ത്. അതുപോലെ ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ കാര്യമായ വർധനവില്ല, എല്ലാ വർഷവും സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെന്തായിട്ടാണ് പരിഗണിക്കുന്നത്, നോൺ ഗ്രോത്ത് ആയിട്ടാണ് പരിഗണിക്കുന്നത്. The division of global economy into developed and underdeveloped countries is based on real national income. അപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്ഡ് ഇക്കോണമീസ് എന്നും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനം എന്താണ്, റിയൽ നാഷണൽ ഇൻകം. അപ്പോൾ ഈ റിയൽ നാഷണൽ ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഡിവിഷൻ നടത്തുന്നത്. കൺട്രീസ് വിത്ത് ഹൈ റിയൽ നാഷണൽ ഇൻകം ആർ കൺസിഡേർഡ് ഡെവലപ്ഡ് കൺട്രീസ്. വളരെ ഉയർന്ന റിയൽ നാഷണൽ ഇൻകം ഉള്ള രാജ്യങ്ങളാണെങ്കിൽ അവയെ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. കൺട്രീസ് വിത്ത് ലോവർ റിയൽ നാഷണൽ ഇൻകം ആർ കൺസിഡേർഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. റിയൽ നാഷണൽ ഇൻകം വളരെ കുറവാണെങ്കിൽ അതെന്തായിരിക്കും, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും. Thus, a higher real national income may be considered an index of higher level of economic development. അപ്പോൾ ഇവിടെ റിയൽ നാഷണൽ ഇൻകം വളരെ കൂടുതലാണെങ്കിൽ അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും. ആൻഡ് ലോവർ റിയൽ നാഷണൽ ഇൻകം മേ ബി കൺസിഡേർഡ് ആൻ ഇൻഡെക്സ് ഓഫ് ലോവർ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. റിയൽ നാഷണൽ ഇൻകം വളരെ കുറവാണെങ്കിൽ അവിടുത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഇൻഡെക്സ് ആണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. The index of per capita income stress the role and effect of population growth in the economic development of a country. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ അല്ലെങ്കിൽ സാമ്പത്തിക വികസനത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്കിൻ്റെ പങ്കും അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുമാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന ഇൻഡെക്സിൽ പറയുന്നത്. ഈസ് എവിഡൻറ്റ് ബൈ ദ ഫോർമുല പെർ ക്യാപിറ്റ റിയൽ ഇൻകം ഈക്വൽസ് റിയൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഇവിടെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ റിയൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ദി സൈസ് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ യഥാർത്ഥ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ റിയൽ ഇൻകം. പോപ്പുലേഷൻ ഗ്രോത്ത് ഡിപ്രസസ് റിയൽ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ലോവേഴ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ത് ചെയ്യും, റിയൽ പെർ ക്യാപിറ്റ ഇൻകത്തിനെ ഡിപ്രസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുകയും എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. Thus, a higher per capita real income may be considered as an index of higher level of economic development. പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെങ്കിൽ അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും. ആൻഡ് ലോവർ പെർ ക്യാപിറ്റ റിയൽ ഇൻകം മേ ബി കൺസിഡേർഡ് ആസ് ആൻ ഇൻഡെക്സ് ഓഫ് ലോവർ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പെർ ക്യാപിറ്റ റിയൽ ഇൻകം കുറവാണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റും കുറവായിരിക്കും. മൂന്നാമത്തെ അപ്രോച്ചാണ് ബേസിക് നീഡ്സ് അപ്രോച്ച്. The basic needs approach was suggested by the World Bank in 1950.
1950 വേൾഡ് ബാങ്കാണ് ബേസിക് നീഡ്സ് അപ്രോച്ച് ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത്. ഇറ്റ് ഗീവ്സ് പ്രയോറിറ്റി ടു സാറ്റിസ്ഫൈ ദ ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത് കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത്. ദ ഇൻഡെക്സ് ഹാസ് മോർ ഓഫ് എ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിച്ച് എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് ഹ്യൂമൻ വെൽഫെയർ. ഇപ്പോൾ ഇൻഡെക്സ് കൂടുതലായിട്ട് എന്താണ്, ഒരു ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ വെൽഫെയർ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിൻ്റെ ലക്ഷ്യം. ഇറ്റ് എയിംസ് അറ്റ് റിമൂവിംഗ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാളിറ്റീസ് ദാറ്റ് ഒബ്സ്റ്റാക്കിൾ ദ ഗ്രോത്ത് ഓഫ് മെനി കൺട്രീസ്. പല രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് പോവർട്ടി, അതായത് ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇൻഇക്വാളിറ്റീസ്, അസമത്വം. അപ്പോൾ ഇതിനൊക്കെ റിമൂവ് ചെയ്യണമെന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. The International Labour Organization coined the Basic Need Strategy in 1976. 1976 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് നീഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന കൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് സാറ്റിസ്ഫൈയിങ് ദ മിനിമം ലെവൽ ഓഫ് മെറ്റീരിയൽ നീഡ്സ്. ഇതിൽ പറയുന്നത് ഭൗതിക ആവശ്യങ്ങളുടെ മിനിമം ലെവൽ, ഏറ്റവും കുറഞ്ഞ നിലവാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അച്ചീവ് ചെയ്യാൻ കഴിയണം. അത് ഏതൊക്കെയാണ്, കൺസംഷൻ ഓഫ് ഫുഡ്സ്, ഭക്ഷണം, അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, വസ്ത്രം, പാർപ്പിടം, ആക്സസ് ടു പബ്ലിക് സർവീസസ് ലൈക്ക് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട്, എഡ്യൂക്കേഷൻ എക്സെട്ര. ശുദ്ധജലം, ശുചീകരണ സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, എഡ്യൂക്കേഷൻ തുടങ്ങിയ പൊതു സർവീസസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയണം. ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതായിരിക്കണം ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഒബ്ജക്റ്റീവ്. India was the first among the less developed countries to adopt the Basic Need Strategy in its fourth five-year plan in 1974, 2 years ahead of the ILO Declaration. ഈ ILO ഡിക്ലറേഷന് മുന്നേ 2 വർഷം മുൻപ് തന്നെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചത്. ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ ഏറ്റവും ആദ്യം ഈ ഒരു പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യവും ഇന്ത്യയാണ്. 4ാമത്തെ മെഷറാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. The PQLI was originally conceived by the Nobel laureate Jan Tinbergen in 1976. 1976 നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ജാൻ ടിംബർഗൻ എന്ന ഇക്കോണമിസ്റ്റാണ് PQLI എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ആൻഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഓവർസീസ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് പ്രിപ്പയർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരെന്താണ്, ഓവർസീസ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എ US ബേസ്ഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് US പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനമായിരുന്നു. Later in 1979 it was constructed by Morris David Morris. പിന്നീട് 1979 ഇത് കൺസ്ട്രക്ട് ചെയ്ത ആരാണ്, മോറിസ് ഡേവിഡ് മോറിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആസ് പെർ ദിസ് അപ്രോച്ച് ഡെവലപ്മെൻറ്റ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ദി ഇംപ്രൂവ്ഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓർ ദ ഹയർ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി പീപ്പിൾ. ഈ ഒരു അപ്രോച്ച് പ്രകാരം ഡെവലപ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക, ഒന്ന് എക്കണോമിക് സ്റ്റാറ്റസ് മെച്ചപ്പെടും, സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടും, അതുപോലെ തന്നെ ജനങ്ങളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഡെവലപ്മെൻറ്റ് കാണാൻ കഴിയുന്നത്. Thus, improvement in the physical quality of life may be considered an important index of economic development. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫിലുണ്ടാകുന്ന ഇംപ്രൂവ്മെൻറ്റിനെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സായി പരിഗണിക്കുന്നു. ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻവോൾവ് 3 ബേസിക് കമ്പോണൻസ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഒരാൾ ജനിച്ച എത്ര വർഷം, ശരാശരി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും. രണ്ടാമത്തത് അഡൽട്ട് ലിറ്ററസി, പ്രായപൂർത്തിയായ ആളുകളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്. മൂന്നാമത്തത് ഇൻഫാൻ്റ് മോർട്ടാലിറ്റി, അതായത് ജനിച്ച് 1 വയസ്സിന് മുൻപേ മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ ശിശുമരണ നിരക്ക്. ഈ 3 കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് PQLI കണക്കാക്കുന്നത്. Improvement in all these 3 indices may be considered the improvement in the physical quality of life of the people. അപ്പോൾ ഈ 3 ഇൻഡെക്സിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ജനങ്ങളുടെ ഫിസിക്കൽ ക്വാളിറ്റി വളരെ മെച്ചപ്പെടുമെന്നാണ് പറയുന്നത്. ഫോർ ഈച്ച് ഇൻഡിക്കേറ്റർ ദ പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽ കൺട്രി ഈസ് റാങ്ക്ഡ് ഓൺ എ സ്കെയിൽ ഓഫ് 1 to 100. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഓരോ രാജ്യത്തിൻ്റെയും പെർഫോമൻസ് കണക്കാക്കാൻ വേണ്ടി 1 മുതൽ 100 വരെയുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ചാണ് റാങ്ക് ചെയ്യുന്നത്.
വേർ 1 റെപ്രസെൻറ്റ്സ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ്. ഇവിടെ ഒന്നാണെങ്കിൽ പെർഫോമൻസ് വളരെ മോശമായിരിക്കും. ആസ് 100 ആസ് ദ ബെസ്റ്റ് പെർഫോമൻസ് ബൈ എനി കൺട്രി. 100 ആണെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. എ കോമ്പോസിറ്റ് ഇൻഡെക്സ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആവറേജിങ് ദീസ് 3 ഇൻഡീസസ്. ഇനി ഈ 3 ഇൻഡെക്സുകളുടെയും ശരാശരി കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോമ്പോസിറ്റ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യും. ഇഫ് ദ ഇൻഡെക്സ് ഷോസ് എ റൈസിംഗ് ടെൻഡൻസി, ആ ഒരു ഇൻഡെക്സ് ഒരു റൈസിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഡസ് മീൻ ദാറ്റ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ ഈസ് ഇംപ്രൂവിങ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കൂടുതലായിരിക്കും. ഹെൻസ് ദ കൺട്രി ഈസ് കൺസേൺഡ് ഈസ് ഡെവലപ്പിംഗ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ രാജ്യത്തിന് ഡെവലപ്പിംഗ് ആയിട്ട് പരിഗണിക്കാനും കഴിയും. അഞ്ചാമത്തെ ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ദ ഫസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 1990 പബ്ലിഷ്ഡ് ബൈ ദ UNDP ഫോക്കസ്ഡ് ഓൺ എ ന്യൂ പാരഡിം ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ UNDP 1990 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ഡെവലപ്മെൻറ്റിൻ്റെ പുതിയൊരു രീതിയാണ് അവർ അവതരിപ്പിക്കുന്നത്. ദാറ്റ് പുട്ട് പീപ്പിൾ അറ്റ് സെൻറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ്. ഇവിടെ ജനങ്ങളെയാണ് ഡെവലപ്മെൻറ്റിൻ്റെ കേന്ദ്രമായിട്ട് പരിഗണിക്കുന്നത്. ദ കോൺസെപ്റ്റ് ആസ് ഡെവലപ്ഡ് ബൈ മെഹബൂബ് ഉൽ ഹക്ക്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വികസിപ്പിച്ചത് മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ആണ്. ദ HDI റാങ്ക്സ് കൺട്രീസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് 0 and 1. അപ്പോൾ HDI പ്രകാരം രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നത് 0 മുതൽ 1 വരെയുള്ള സ്കെയിൽ ഉപയോഗിച്ചാണ്. അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും. 1 ആണെങ്കിൽ ഏറ്റവും മികച്ചത്. വിച്ച് ഈസ് ബേസ്ഡ് ഓൺ 3 ഗോൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ 3 ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ ഇൻഡെക്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേതാണ് ലോഞ്ചിവിറ്റി. ലോഞ്ചിവിറ്റി മീൻസ് മെഷേർഡ് ബൈ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. ഇവിടെയും ആയുർദൈർഘ്യം തന്നെയാണ് പരിഗണിക്കുന്നത്. ഒരാൾ ജനിച്ച് എത്ര വർഷം വരെ ശരാശരി ജീവിച്ചിരിക്കുന്നുണ്ട്. രണ്ടാമത്തത് നോളേജ്. നോളേജ് മെഷേർഡ് ബൈ അഡൽട്ട് ലിറ്ററസി ആൻഡ് സ്കൂളിംഗ്. ഇവിടെ പ്രായപൂർത്തിയായ ആളുകളുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സാക്ഷരതയും സ്കൂളിങ്ങുമാണ് പരിഗണിക്കുന്നത്. മൂന്നാമത്തത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെഷേർഡ് ബൈ പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കമ്പോണൻസ് ആണ് HDI കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് HDI വാല്യൂസ് കൺട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. അപ്പോൾ HDIയുടെ വാല്യൂ അനുസരിച്ച് രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വളരെ കൂടുതലുള്ള രാജ്യങ്ങൾ. കൺട്രീസ് വിത്ത് HDI വാല്യൂ ഓഫ് 0.800 ആൻഡ് എബവ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ പരിഗണിക്കുന്നത് എന്താണ്? അവരുടെ HDI എന്ന് പറയുന്നത് 0.800 അതിന് മുകളിലും ആയിരിക്കും. രണ്ടാമത്തതാണ് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ്. ഒരു മീഡിയം ലെവലിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റുള്ള രാജ്യങ്ങൾ. കൺട്രീസ് വിത്ത് HDI വാല്യൂസ് ഓഫ് 0.500 to 0.799. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് വരുന്ന രാജ്യങ്ങളെയാണ് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ് ആയിട്ട് പരിഗണിക്കുന്നത്. മൂന്നാമത്തത് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ്. അതിൽ വരുന്നത് 0.500 അതിന് താഴെ വരുന്ന രാജ്യങ്ങൾ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ് ആയിരിക്കും. ആസ് പെർ ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2015 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം നോർവേ റാങ്ക് ഫസ്റ്റ് ആൻഡ് നൈജർ റാങ്ക്സ് ദ ലാസ്റ്റ് ഇൻ ദ ടേംസ് ഓഫ് HDI. അപ്പോൾ നോർവേക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. അതുപോലെ ഏറ്റവും താഴെ വന്നത് നൈജീരിയ എന്നുള്ള രാജ്യമാണ്. അവിടെ HDIയുടെ വാല്യൂ നോർവേക്ക് 0.944 ആയിരുന്നു. നൈജീരിയയുടെ 0.348 ആയിരുന്നു. ഇന്ത്യാസ് പൊസിഷൻ ഈസ് 130 വിത്ത് എൻ HDI വാല്യൂ ഓഫ് 0.609 ഔട്ട് ഓഫ് 188 കൺട്രീസ്. അപ്പോൾ മൊത്തം 188 രാജ്യങ്ങളാണ് ഈ ഒരു ഇൻഡെക്സ് പരിഗണിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ പൊസിഷൻ 130 ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.609 കൂടി ആയിരുന്നു. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദാറ്റ് while the PQLI includes only social indicators of development. PQLI കണക്കാക്കുമ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് സാമൂഹികമായ സൂചികകൾ മാത്രമാണ് പരിഗണിക്കുന്നത്. HDI ഇൻക്ലൂഡ്സ് ബോത്ത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. പക്ഷേ HDIയിൽ വരുമ്പോൾ എന്താണ്, സാമൂഹികവും സാമ്പത്തികവുമായ സൂചകങ്ങൾ ഉപയോഗിക്കും. ഇനി റീസെൻ്റ് റിപ്പോർട്ട് പ്രകാരം 2005 പ്രകാരം നിലവിൽ 193 രാജ്യങ്ങളാണുള്ളത്. അതിലും ഇന്ത്യയുടെ സ്ഥാനം 130 തന്നെയാണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 0.0685 വാല്യൂ. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് ആണ്, രണ്ടാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്, മൂന്നാം സ്ഥാനം നോർവേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എല്ലാവരും കാണുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്